ഹലോ ഗൈസ്, എല്ലാവർക്കും സംബന്ധിച്ച പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് തെങ്കാശിയിലാണ്. തെങ്കാശിയിലെ കാശി വിശ്വനാഥ ടെമ്പിളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതെ, ഇന്ന് കറക്റ്റ് 4:20. നമ്മൾ ആലിയാർ ഡാമൊക്കെ കണ്ടിട്ട് അവിടെ തെങ്കാശിയിലോട്ട് വന്നതാണ്. അപ്പോഴാണ് ഈ ഒരു അമ്പലം കണ്ടത്. ഈ അമ്പലം നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഇതിന് കൊണ്ട് അമ്മയെ കൊണ്ട് വന്നപ്പോഴത്തേക്കും അടിപൊളിയാണ്. ഇതിന്റെ അകത്ത് ഫുൾ കൽപ്പണിയാണ് കേട്ടോ. ഇതിന്റെ പേരുണ്ട്, മൊബൈലൊക്കെ അകത്ത് അവിടെ കൊടുത്തിട്ടാണ് പോകേണ്ടത്. അപ്പോൾ അതാണ് പിന്നെ അകത്ത് കയറാത്തത്. ആ വല സൈഡിന്റെ അകത്ത് നമുക്ക് മൊബൈൽ കൊടുക്കാനുള്ളതൊക്കെ. മൊബൈൽ അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ടോക്കൺ തരും. ആ ടോക്കൺ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ മൊബൈൽ തിരിച്ചു തരും. മെയിൻലി നമ്മളിവിടെ വന്നിരിക്കുന്ന വൈബിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു സാധനമുണ്ട്, അത് നമുക്കിപ്പോൾ കഴിക്കാൻ പോകാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സൂപ്പർ സാധനം ഇവിടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം ആദ്യം. ബ്രോ, കാരണം എന്താ പറയുമ്പോൾ നമ്മളിപ്പോൾ പോകുന്ന കടയിലോട്ട് അവർ ക്യാഷ് മാത്രമേ എടുക്കത്തുള്ളൂ, ഗൂഗിൾ പേ എടുക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ 500 രൂപ പിള്ളേരെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഗൂഗിൾ പേ ഇട്ട് കൊടുത്ത്. ATM ഒക്കെ അങ്ങ് അറ്റത്തെവിടെയൊക്കെ ഉണ്ട്. ATM അടുത്ത് തന്നെ ഉണ്ട്, പക്ഷെ നടക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പൈസ കരുതുക. ഓക്കെ, പിന്നെ വേറെ കാര്യം, വണ്ടി പാർക്ക് ചെയ്യാനാണെങ്കിൽ കുറച്ച് പാടാണ്. ഇവിടെ ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ എവിടെയെങ്കിലും ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടണമെങ്കിൽ അവിടെ പാർക്ക് ചെയ്യണം. നമ്മളിത് അങ്ങ് അറ്റത്ത് ഇവിടുന്ന് കാണാൻ പറ്റുമെന്നൊന്നും. നമ്മളിത് അങ്ങ് അറ്റത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അതെ, അല്ലെങ്കിലേ അവിടെ ഇതൊരു സ്പോട്ടാണ് കേട്ടോ. ഇതല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും കൊണ്ടിടേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇവിടെ നോക്കണം പെട്ടെന്ന് കിട്ടുമെന്ന്. ഈ അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഞാൻ പറയണം, ആ സ്പോട്ടിൽ കിട്ടണമെന്ന് നോക്കണം. ഈ സ്പോട്ട് ഇവിടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒക്കെ കറങ്ങേണ്ടി വരും. ഇവിടെ നിന്ന് കുറച്ച് ദൂരെയാണെങ്കിൽ ആരും ഇല്ലാത്ത സ്ഥലം. പെട്ടെന്ന് ഈ സിറ്റി കയറിയപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്നതല്ല. ശ്രീകൃഷ്ണ വിലാസ് ഇതാണ്. നമ്മൾ ബാക്കിലിരുന്ന് കാണിച്ചു കൊടുത്താൽ ഇതാണ് ഒതന്റിക് കട കേട്ടോ. വേറെ പല സ്ഥലത്തും കട ഉണ്ട്. കിട്ടിയിരിക്കണ ഐസ് ബാ, നല്ല ചൂട് സാധനം കേട്ടാ. നല്ല ചൂട് ലൂസ് ഹലുവ. നമ്മളവിടെ ലൂസ് ഹലുവ എന്നാണ് പറയണത്. നെയ്യലുവ അടിപൊളി സാധനം. ഇത് നമ്മളല്ലാതെ കഴിക്കുമ്പോഴത്തേക്കും കൊള്ളാം, പക്ഷെ ഈ ചൂടോട് കൂടിയിട്ട് ഇവിടെ ഒന്ന് കഴിക്കുമ്പോഴേ സൂപ്പർ ടേസ്റ്റ് ആണ്. ഈ കട ഒന്ന് കാണിച്ചു കൊടുത്താൽ കണ്ടാ അമ്മ കഴിച്ചു നോക്ക്. നമ്മൾ ഷുഗർ ഡയറ്റ് ആണ് കേട്ടോ. ഡയറ്റ് തുടങ്ങി, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ട്രൈ ചെയ്യാതെ പോകരുത് കേട്ടോ. ചൂടാ. അതുപോലെ തന്നെ നമുക്കിത് വാങ്ങിച്ചുകൊണ്ട് പോകാനും പറ്റും. വീട്ടിലോട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാം. ചൂട് കൂടുന്തോറും ടേസ്റ്റ് കൂടുതലാണ്. സൂപ്പർ ഏട്ടാ, അടിപൊളി കാണാം. അപ്പോൾ നമ്മൾ കുറച്ച് സാധനം വാങ്ങിച്ചായിരുന്നേ വീട്ടിലെത്തിക്ക് വേണ്ടിയിട്ട്. കുറച്ച് അലുവയും പിന്നെ ഇവിടുത്തെ ഇത് ഓമപ്പൊടി കിട്ടും. ഇതിൻ്റെ അകത്തൊക്കെ ആരാ എന്തോ അല്ലേ? അല്ല, ഇതിൻ്റെ അകത്ത് ഈ പ്രതിഷ്ഠ ആരാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു ഫിൽട്ടർ കോഫി, തമിഴ്നാട് സ്പെഷ്യൽ ഉലക്കാസ്. അതെന്താ ഉലക്കാസ്? അപ്പോൾ ഉലകാസ് ആയിരിക്കും കേട്ടോ, ഉലക്കാസ് അല്ല. ഇവിടെയും ഫുൾ സ്വീറ്റ്സ് ആണ് കേട്ടോ. കുറേ സ്വീറ്റ്സും കുറേ സാധനങ്ങളും. എൻ്റെ അമ്പോ കൊള്ളാം. പക്ഷെ എല്ലാം വെജാണ് കേട്ടോ, വെജാണ്. കോവിലിൻ്റെ അടുത്താണ്. ഓണിയൻ പക്കോട, പിന്നെ സമൂസ, അതും 2 ഫിൽറ്റർ കോഫിയാണ് ഇപ്പോൾ മേടിച്ചത്. ആ ഫിൽറ്റർ കോഫി കുടിക്കാനാണ് ഞാൻ സത്യത്തിൽ വന്നത്. പക്കാവടയും ഉള്ളിവടയും തമ്മിലുള്ളൊരു കുഞ്ഞാണ് ഇത് കൊള്ളാൻ കണ്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് തിരുവനന്തപുരത്ത് പിന്നെ പുഷ്പ സ്വീറ്റ്സ് കിട്ടും. സമൂസ നമ്മളെ ബംഗാളി സമൂസ. നല്ല സമൂസ കേട്ടോ, കഴിച്ചിട്ട് കാണാം. നല്ല കോഫി കഴിച്ച് കണ്ട. നമ്മുടെ കാറത് ഈ ഗ്യാപ്പിലാണ് കയറ്റിയിട്ടിരുന്നത്. അപ്പോൾ ഇതുപോലുള്ള സ്ഥലത്ത് കയറ്റിയിടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ബാക്കിൽ എവിടെയെങ്കിലും ദൂരെ കൊണ്ട് പാർക്ക് ചെയ്യേണ്ടി വരും. അതായത് ആ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഇങ്ങനെ കിട്ടാനൊരു ഭാഗ്യം വേണം സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ ഈ സൈഡിൽ എവിടെയെങ്കിലും നോക്കണം.
അങ്ങനെ കഷ്ടപ്പെട്ടാണ് നമ്മളിത് ഇവിടെ പാർക്ക് ചെയ്തിട്ട്. നമ്മൾ പാർക്കിംഗ് മാറണമെന്തോ അടുത്ത ബേൽപൂരിക്കാരെ എൻ്റെ അതോട്ട് കയറും. അത്ര തിക്കും തിരക്കുമാണ് ഇവിടെ. പിന്നെ വേറൊരു കാര്യം എന്താ പറയുക, കാറിൽ കയറിയുണ്ട് മറ്റേ നമ്മുടെ ചക്കയുടെ പടം കേട്ടോ, ഫുള്ള് കാർ ഫുള്ള് ചക്ക പഴുത്തത്. ഞാൻ അവിടുന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നാളെ ആയിരിക്കും, കാരണം അത് ഓൾറെഡി പഴുത്തതാണ് കേട്ടോ അമ്മു. അല്ലല്ല, ഇതിപ്പോ കുറെ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഏത് ചക്കയെന്ന്. ഈ സീരീസിൽ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ തമിഴ്നാട് കയറിയപ്പോൾ ഒരു ചക്ക വാങ്ങിച്ചിരുന്നു. ആ ചക്കയെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ ചക്കയുടെ വീഡിയോ നിങ്ങൾ പഴയ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷേ ആ ചക്ക നമ്മൾ വണ്ടിയുടെ ബാക്കിൽ വാങ്ങിച്ചിട്ടു. ഒരു ചേച്ചിയെ കണ്ടിട്ട് പാവം തോന്നിട്ട് പെട്ടെന്ന് അപ്പം തന്നെ വാങ്ങിച്ചതാണേ, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകുമ്പോൾ വാങ്ങിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ചക്ക ഇവിടെ അങ്ങനെ ആ ചക്ക വണ്ടിയുടെ ബാക്കിൽ കിടക്കണമുണ്ട്. അതിൻ്റെ മണമാണ് ഫുൾ. അടിപൊളി ചക്കയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് തന്നെ വെച്ച് കഴിച്ചു നോക്കിയായിരുന്നു. പഴുത്തിട്ടുണ്ട്, കുറച്ചും കൂടെ പഴുക്കണം കേട്ടോ. നാളെ കറക്റ്റ് ആവും. ഇവിടെ ഇതാണ് പാട് കേട്ടോ, വണ്ടി പാർക്ക് ചെയ്യാനും. പിന്നെ വണ്ടി ഒരു തവണ ഇപ്പം ഇവരൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നതാണ്, മനസ്സിലായോ? കാരണം ഒരിടത്തും അതിന് പാർക്കിംഗ് കിട്ടൂല. ഇവിടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ തിരിച്ച് കറങ്ങി വീണ്ടും പോകണം. അങ്ങനെ നമ്മൾ തിരിച്ച് ചെങ്കോട്ടയിലേക്ക് പോവുകയാണ് ഗൈസ്. ചെങ്കോട്ടയിൽ പോകുന്നത് എന്തിനാണമ്മോ? നല്ല ബോർഡർ ചിക്കൻ പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ രാവിലെ മുതലേ കഴിക്കാതിരിക്കുകയാണ്. നമ്മൾ എന്താണ് കഴിച്ചതല്ലേ ഉച്ചയ്ക്ക്? അതാണ്, അത്രേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് രാത്രി ഒരു പരമ്പര. ഇപ്പോൾ സമയം 4:47. അപ്പോൾ ഇന്ന് ക്ലൗഡി ആയതുകൊണ്ടാണ്. സൂര്യനൊക്കെ ഉണ്ടെങ്കിലേ സൺസെറ്റ് സമയമൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ. ഇപ്പോൾ ഇന്ന് പറയും മഴയുടെ കുറച്ച് പരിപാടി, മഴക്കാറും അങ്ങനെയൊക്കെ മൂടിക്കിടക്കണേ. കുറച്ചുകൂടെ രസമായിരുന്നു ആ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട്. സൂര്യൻ മീൻസ് സെറ്റിംഗ് സൺ. നമ്മൾ തമിഴ്നാട് വരുമ്പം ഏറ്റവും മിസ് ചെയ്തുകൂടാത്ത ഒരു വണ്ടി വരണം. ബസ് റോങ് ആയിട്ട് നേരത്തെ വരണം, ഫുൾ ഇങ്ങോട്ട് കയറി നമ്മൾ ഫുൾ ഔട്ട് സൈഡ് കയറിപ്പോയി. തമിഴ്നാട്ടിൽ നമ്മൾ വരുമ്പോൾ ഏറ്റവും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമുണ്ട്. അതാണ് ഈ കുറ്റാലം റോഡ്. ഈ കുറ്റാലം ഭാഗം ഉണ്ടല്ലോ, ഈ റോഡ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ, അടിപൊളി. ഈ മലകളും ഈ റോഡും ഈ റോഡിന്റെ ആ ഭംഗി അടിപൊളി. മലകള് ഫുൾ അല്ല, നമ്മളിനി അങ്ങോട്ട് പോകും തോറും നല്ല രസമാണ് കാണാൻ, അടിപൊളിയാണ്. ഈ ആൾക്കാർ ബാക്കി ഇരുന്ന് പോകണുണ്ടോ, ഷെയർ ഔട്ടായിരുന്നു പറഞ്ഞത് കേട്ടോ. ഈ ഒരു ഭാഗം ഒരു കാം റോഡാണ്. ഇത് കുറ്റാലം റോഡാണ്. കുറ്റാലം വഴി നമ്മൾ ചെങ്കോട്ടയിലോട്ട് പോവുകയാണ്. അല്ലാതെ അപ്പുറത്ത് ചെങ്കോട്ട റോഡും ഉണ്ട്. തലവതി വിജയ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ തമിഴ്നാട് വിജയ് അങ്ങ് എടുത്ത് കയ്യില്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറ്റാലം എത്തി. അപ്പോൾ ഈ റോഡ് സെപ്പറേറ്റ് റോഡാണ് കേട്ടോ. നമ്മൾ അതുവഴി ചെങ്കോട്ടെ പോകണമെങ്കിൽ അതുവഴി വേറെ റോഡുണ്ട്. ഇത് ഞാൻ കുറ്റാലം വഴി പോവുകയാണ്. ഈ ഒരു റോഡ് ഭയങ്കര സീനിക് ആയതുകൊണ്ട് മാത്രം ഇതുവഴി പോവുകയാണ്. നല്ല രസമാണ്. ഈ വലിയ മരങ്ങളും മലയും മൃഗങ്ങളൊക്കെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഈ റോഡിലൂടെ പോകുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുവഴി പാസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ റോഡ്. അതെ, നല്ല രസമാണ്. കുറ്റാലം മെയിൻ ഫോൾസ് ഇതുവഴി, പിന്നെ 5 ഫോൾസ് അങ്ങോട്ടാണ്. ഇനി അടുത്ത 5 ഫോൾസ് ഇങ്ങോട്ട്. ഇവിടെ പഴയ എന്തോ ഒരു ഡെവലപ്മെൻറ്റ് വലിയതായിട്ട് ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ കുറേ അവശേഷിപ്പ് കാണാൻ പറ്റും. അതായത് പഴയ ബിൽഡിങ്സിൻ്റെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പണ്ടത്തെ ഈ ബിൽഡിംഗ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്ക്, കണ്ട ഇവിടെ എന്തോ പരിപാടി. പഴവങ്ങാടിയൊക്കെ പോലെ. നമ്മുടെ ഈ അറിവിടാത്തവർക്ക് പറഞ്ഞുതരാം, ട്രിവാൻഡ്രത്ത് പഴവങ്ങാടി എന്ന് പറയുന്ന സംഭവമുണ്ട്, ഒരു സ്ഥലമുണ്ട്. അത് കേരള പാലസ്, കേരള PWD കേരള പാലസ് കുറ്റാലം. എന്തോ പാലസ് ആണ് കേട്ടോ, സംഭവം പാലസ് ആണ് കേട്ടോ, അടിപൊളി കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രത്യേകതകളുള്ള ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണ് ആ ബിൽഡിങ്സ് ഒക്കെ ബാക്കിയായത് സത്യം പറഞ്ഞാൽ. ഞാനേ അങ്ങനെ ഈ കുറ്റാലം പാലസിനെ പറ്റി നോക്കിയായിരുന്നു. അപ്പോൾ ഇത് സത്യത്തിൽ നമ്മുടെ തിരുക്കൊച്ചിയുടെ പാർട്ടായിരുന്നു കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ മറ്റേ ശംഖിൻ്റെ ചിഹ്നം ഉണ്ടെന്ന്. അതെല്ലാം നമ്മുടെ തിരുക്കൊച്ചിയിൽ നമ്മുടെ ട്രാവൻകൂർ കൊട്ടാരത്തിൻ്റെ സിമ്പിളാണ് ഈ ശംഖ് വരുന്നത്. അപ്പോൾ ആ സിമ്പിൾ നമുക്കിവിടെ പല സ്ഥലത്തും കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു 56 ഏക്കർ വരുന്ന വലിയൊരു സ്ഥലമാണ്. ഇത് നമ്മുടെ ഇപ്പോഴും നമ്മുടെ കേരള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ. അപ്പോൾ ഇത് ആദ്യം നമ്മുടെ തിരുക്കൊച്ചി രാജകുടുംബം ഇല്ലേ,
അപ്പോൾ അവരുടെ കയ്യിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് പാലസും വേറെ കുറച്ച് ആർക്കിയോളജിക്കൽ സൈറ്റ്സും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതാണ് കേരള പാലസും. പിന്നെ അതിനോട് ചുറ്റിപ്പെട്ടിട്ടാണ് ഇങ്ങനത്തുള്ള സാധനം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൺട്രോളിലായിരുന്ന സ്ഥലമാണ് കേട്ടോ സത്യത്തിൽ. പിന്നെ തമിഴിലോട്ടായതാണ്. തേങ്ങ ഈ വണ്ടി തട്ടിക്കൊണ്ട് പോകണം കേട്ടോ, നല്ല പൈസ കിട്ടും. ഇപ്പോൾ കിലോയ്ക്ക് 70 രൂപ തേങ്ങയ്ക്ക്. നമുക്ക് നൊങ്ക് വാങ്ങണം. പിന്നെ മറ്റേ പനം എന്തെന്ന് പറഞ്ഞാൽ പനം കിഴങ്ങ്, ആ സാധനം. ഇതൊക്കെ നമ്മൾ നോക്കി പോവുകയാണ് എവിടെ കിട്ടുമെന്ന്. ചെങ്കോട്ട കിട്ടാൻ സാധ്യതയുണ്ട്, കാരണം അവിടെ ഒരു വലിയ മാർക്കറ്റൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് പോയി ഇറങ്ങുമ്പോൾ ലാസ്റ്റ് ഒരു മാർക്കറ്റ് ചെന്ന് അതൊക്കെ മഞ്ഞ കളറില് അടിയിട്ടും കേട്ടാ കൂടുതലും അങ്ങോട്ട് ഫുൾ മഞ്ഞ, അതായത് തല മുതല് ദേഹം ഫുള്ള് മഞ്ഞ. എന്തെങ്കിലും ആയിരിക്കും. ഇവിടെ ഒരു സെറ്റപ്പ് വ്യൂ ഉണ്ട്, അത് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞതേ. കാണിച്ചു തരാം. നല്ല ഉഗ്രം കാറ്റടിക്കുന്നുണ്ട്. അടിപൊളി കാറ്റ് കേട്ടോ, വൻ കാറ്റും വൻ പ്രകൃതി ഭംഗി. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഗുഡ് ബൈ പറയാണ്. തെങ്കാശിയിലൊരു മനോഹരമായിട്ടുള്ളൊരു ഈവനിങ് ആണ് നമ്മളിപ്പോൾ സ്പെൻഡ് ചെയ്തിട്ട് വന്നത്. അപ്പോൾ അത് മാത്രമല്ല, അതിന് ചുറ്റിപ്പറ്റി ഇങ്ങനത്തെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ കൂടെയൊക്കെ. ഇനി നമ്മൾ ഇവിടുന്ന് നല്ല ഒത്തൻറ്റിക് തമിഴ് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകും. അപ്പോൾ അത് ഈ വീഡിയോ ചേർക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് വരുന്ന വീഡിയോസൊക്കെ കാണുക, നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് പറഞ്ഞായിരിക്കും. ഇറ്റ്സ് മീ അൽസുഫൈ സൈനിങ് ഓഫ്. ബൈ.